ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ എൻ്റെ ഒരു പഴയൊരു ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വെറുതെ കുത്തിവരച്ചതാണ്. എന്നിട്ട് ഇന്ന് എനിക്ക് തോന്നിയ കൊണ്ടൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാമെന്ന്, മെമ്മോ പാഡോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പ്ലാനർ ഉണ്ടാക്കാമെന്ന്, അങ്ങനെ റൈറ്റിംഗ് ബോർഡാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വെച്ചിട്ട് ഞാൻ എന്നിട്ട് അതെടുത്തിട്ട് കൊണ്ടുവന്നു. എനിക്ക് കാണാൻ മനസ്സിലാവും അങ്ങനെ കുളമായിട്ട് ഇരിക്കണതുകൊണ്ട്. A4 ഷീറ്റ് ആണെങ്കിൽ ഒട്ടിച്ചു എടുത്ത് രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിക്കാൻ, അതും പകുതിയാണല്ലോ കേട്ടോ, കുറച്ചു ഭാഗം കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇൻട്രസ്റ്റിൽ നോക്കി, അപ്പം ചേച്ചിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് ഞാനിതാ അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ കാണണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ പകുതി ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനതാ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് വേവി പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കാണാൻ ഒരു രസമുണ്ടാവുമല്ലോ, കാരണം അപ്പോൾ മറയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇനിയിപ്പോൾ A4 ഷീറ്റിൻ്റെ നീളത്തിൽ അങ്ങനെ. എന്നിട്ട് ഇതാ ഞാൻ സൈഡിലും കാണുന്നുണ്ട്, ഞാൻ ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് പണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെയാണ്. അപ്പം ഞാനിതിനൊരു പർപ്പിൾ കളർ അല്ലെങ്കിൽ വയലറ്റ് കളർ അത് കൊടുക്കണം വെച്ചിട്ടായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഏതൊരു കളർ കിട്ടി. എന്നിട്ട് വെള്ളയൊക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ അടിച്ചിരുന്നത്, കുറച്ച് ലൈറ്റ് കളർ, അങ്ങനെ രണ്ടും അടിച്ചു. അപ്പോൾ എന്നിട്ട് ഇതാ ഞാനതിങ്ങനെ ഒട്ടിച്ച് വെച്ചു രണ്ട് സൈഡിലും കേട്ടോ. പിന്നെ എനിക്ക് ടേബിളൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഇവൻ ഹാവ് നൈസ് ടേബിൾ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഞാൻ ടേബിൾ സെറ്റാക്കി, ലൈറ്റൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ടേബിളിലാണ് കേട്ടോ എടുക്കുന്നത്. ആ പറഞ്ഞാളൊന്ന് കേൾക്കാട്ടോ, അതൊന്ന് വേണമെങ്കിൽ കണ്ടോളൂ കേട്ടോ. അല്ല, കാരണം എനിക്ക് വേറെ ടേബിളില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു ആളുടെ ഒരിതിൽ. അപ്പോൾ എനിക്കെന്തൊരു കളിയാക്കലായിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു റിവെഞ്ച് എടുത്തത് തന്നെയാണ് കേട്ടോ അതിന്. പിന്നെ ഞാൻ എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് വെള്ള പെയിൻറ്റ് അടിച്ചിട്ട് പിന്നെ അതേ കളറൊന്ന് ലൈറ്റാക്കിയിട്ട് ഒന്നുകൂടി ലൈറ്റാക്കിയിട്ട് അതിലിതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നാണ് വെച്ചത്. പിന്നെ എന്തോ വേറെ മറ്റ് ഇൻട്രസ്റ്റിൽ വീണ്ടും ഒന്ന് തപ്പി നോക്കി, അപ്പോൾ ഞാനൊരു ഡിസൈൻ കണ്ടു. അപ്പം ഞാനിതാ ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ മറ്റേ എന്തപ്പോൾ ലാവൻഡറാണ് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ ഫ്ലവറിൻ്റെ പേര്. ലാവൻഡറാണ് കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പെയിൻറ്റ് കൊണ്ട് വരയ്ക്കണം വിചാരിച്ചു, പിന്നെ എനിക്ക് മടി, അപ്പോൾ ഞാൻ സ്കെച്ച് കൊണ്ട് അങ്ങോട്ട് വരച്ചു. എന്നിട്ട് അങ്ങനെ പച്ച കളർ ഇങ്ങനെ വള്ളി പോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിലിങ്ങനെ സ്കെച്ച് കൊണ്ട് കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് മടുക്കാൻ തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ അതേപോലെ ചെയ്തു. എന്നിട്ട് ഞാൻ ആ മേൽഭാഗത്ത് കുറോമിയുടെയും അതേപോലെ തന്നെ ഒരു പൂമ്പാറ്റയുടെയും സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ കടയിൽ നിന്ന്. എന്നിട്ട് നമ്മൾക്ക് ഇതിനുള്ള ക്ലിപ്പ് വേണം, അത് പോലെ പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പിൽ ഒട്ടിക്കാം, എൻ്റെ കയ്യിൽ അതിപ്പോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ സില്ലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിക്കണത് കേട്ടോ. അപ്പോൾ ഇതാദ്യം ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് ഇതിൻ്റെ മേലൊരു പേപ്പറും കൂടി വെച്ച് നോക്കുമ്പോഴാണ് ശരിയായത് കേട്ടോ. പക്ഷെ അത് കാണുമ്പോൾ അത് തോന്നുന്നില്ല അല്ലേ, അതങ്ങനെയാണ്. രണ്ടാമത് ഞാൻ അതിനെ വെച്ചെടുത്തിട്ടാണ് ചെയ്തത്. എന്നിട്ട് അതിൽ റബ്ബർ ബാൻഡ് ഇടണം കേട്ടോ, അങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതിൽ കാണിച്ച പോലെ ഇപ്പോൾ എങ്ങനെ നിവർത്താൻ പറ്റുള്ളൂ. എന്നിട്ട് പേപ്പർ ക്ലിപ്പിനുള്ള ചിത്രം വരച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. ഞാൻ വലിയ ഡിസൈനൊന്നും കൊടുത്തില്ല, അതുകൊണ്ട് അതിൽ കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൈറ്റിംഗ് ബോർഡ് റെഡി.